ഈ കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ നമ്മൾ നടത്തുന്ന 3ാമത്തെ വലിയ പരിപാടിയാണ്. കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ നെടുമങ്ങാട് സംഘടനയിലെ അല്ലെങ്കിൽ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകര് നടത്തുന്ന 3ാമത്തെ വലിയ പരിപാടിയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് എത്രത്തോളം ആവേശത്തിലും ആത്മാർത്ഥതയിലുമാണ് നമ്മുടെ പ്രവർത്തകര് നിൽക്കുന്നത് എന്നുള്ള കാര്യം. നമ്മൾ തീരുമാനിച്ചു ആദ്യം തന്നെ ഒരു വലിയ മാസ് എൻട്രി ഉണ്ടാകണം, ഒരു റോഡ് ഷോ ഉണ്ടാകണം. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു റോഡ് ഷോ ആയിട്ട് നമ്മുടെ റോഡ് ഷോ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് വളരെ പെട്ടെന്നാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നത്. ഞാൻ 29-ാം തീയതിയിലേക്കൊക്കെ അദ്ദേഹം വരാമോ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഞാൻ മറ്റന്നാൾ തന്നെ വരികയാണ് നിൻ്റെ അടുത്തേക്ക്, ഇത്രയും സമയം ഞാൻ നിനക്ക് തരുകയാണ് എന്ന് പറഞ്ഞ് ആ സ്നേഹവും ഞാൻ കണ്ടു, വളരെ അടുത്തറിഞ്ഞു. അതോടൊപ്പം തന്നെ ഞാൻ ശോഭാ മാഡത്തിനോട് ചോദിച്ചിരുന്നു, മാഡം 22-ാം തീയതി കൺവെൻഷനാണ്, മാഡത്തിന് എത്താൻ സാധിക്കുമോ, മേഡവും എത്താമെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒരുപാട് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് പോരാഞ്ഞിട്ട് നമ്മൾ നാളെ നോമിനേഷൻ നൽകണം. അപ്പോൾ ഈ 6 ദിവസവും ആ ടെമ്പോ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൻ്റെ പിറകില് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹാർഡ് വർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിയർപ്പുമുണ്ട് എന്നുള്ള കാര്യം ഏറ്റവും ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ആ സ്നേഹവും നിങ്ങളുടെ ആത്മാർത്ഥതയും ഈ എരിപൊരി ചൂടിനകത്തും ഒരല്പം പോലും വിട്ടുകൊടുക്കില്ല നമ്മൾ എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള നമ്മുടെ ആ പോരാട്ടവും ഒക്കെ ഓരോ ഇടത്തെത്തുമ്പോഴും ആ പോരാട്ടത്തിൻ്റെ ചൂട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചെറിയൊരു അബദ്ധം പറ്റി. അബദ്ധമായിരുന്നെങ്കിൽ പോലും ആ അബദ്ധത്തിൻ്റെ പുറകിലുള്ള ഒരു സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നേരത്തെ മുൻകൂട്ടി നിശ്ചയിക്കാത്ത ഒരു പരിപാടിക്ക് പോയി ഇറങ്ങേണ്ടി വന്നു. ആ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ, ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല മനുഷ്യനെ, 35 തവണ എന്നെ വിളിച്ചു. അവസാനം ഞാൻ ഏരിയ പ്രസിഡന്റിനോടും മണ്ഡലം പ്രസിഡന്റിനോടും ഒക്കെ മാപ്പ് പറയേണ്ട സാഹചര്യമുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ വിളി കാരണം ഞാൻ ഇവരെ ആരുടെ അറിയിക്കാൻ പോലും വിട്ടിട്ടാണ് ഞാൻ അവിടെ പോയി ഇറങ്ങി കൊടുത്തത്. അവിടെ ചെന്നിറങ്ങിയ ശേഷം ആലോചിക്കുന്നത്, പറയുമ്പോൾ ഇവരുടെ ആരുടെ ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ എന്നുള്ള. പുള്ളി ഉച്ചോട്ട് വിളിക്കുകയാണ്, എടാ നീ എവിടെ, അങ്ങനെ സംസാരിക്കും, എടാ നീ എവിടെ, നിന്റെ അടുത്ത് സ്നേഹം കൊണ്ടാണ് വിളിക്കണം, നീ ഇപ്പോഴും വന്നേ പറ്റും, ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അദ്ദേഹം. വൈകുന്നേരം നീ എത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ എടാന്നും നീയെന്നും ഒക്കെ അത്രയധികം ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തോടുകൂടി വിളിക്കാൻ പറ്റുന്ന ഒരു ബന്ധം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയിൽ പോലും ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്ന് പറയുന്നത് എനിക്കിനി ഭാവിയിൽ മുഖ്യമന്ത്രി പദം കിട്ടിയാൽ പോലും ആ പദം പോലും അതിനോട് കിടപിടിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കില്ല എന്നുള്ള പരിപൂർണമായ ബോധ്യം എനിക്കുണ്ട്. കാരണം രാഷ്ട്രീയത്തിൽ സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം തന്നെ പല തരത്തിലും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ പ്രവർത്തകരുടെ ഹൃദയത്തിലേക്ക് ഒരു കസേരയിട്ട് നീക്കിയിട്ട് അതിനകത്ത് ഇരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ആത്മാർത്ഥമായിട്ട്, അതിനേക്കാൾ കഴിവുള്ള അതിനേക്കാൾ എന്തെങ്കിലും മഹത്തരമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ മാത്രം നിന്നാൽ മതി എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അതിന് സാധിക്കാറില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് വളരെയധികം വിഷമം തോന്നിയ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടായത് അപ്പുറത്താണ്, വാമനപുരം മണ്ഡലത്തിലാണ്, അങ്ങറ്റത്താണ്. നമ്മൾ അവിടെ പോവുകയൊക്കെ ചെയ്തിരുന്നു. നമ്മുടെ ഒരു ഗണഗീതം ഒരു ക്ഷേത്രത്തിനകത്ത് പാടിയതിൻ്റെ പേരിൽ ആ ഗണഗീതം പാടിയത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില സഖാക്കൾ സ്റ്റേജിൽ കയറുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അന്ന് ആ ഗണഗീതം പാടുന്നതിനെ എതിർത്തുകൊണ്ട് വേദിയിൽ കയറിയ ആളെ തിരിച്ച് തടഞ്ഞതിൻ്റെ പേരിൽ, അവിടെ ഒരു ചെറിയ കശപിശ ഉണ്ടായതിൻ്റെ പേരിൽ നമ്മുടെ സഹോദരന്മാർക്ക് 20 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ആരും എന്നെ വിളിച്ചിട്ട് പോയതല്ല, പക്ഷേ രക്തം തിളച്ചതുകൊണ്ട് പോയതാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഗണഗീതം പാടിയത് തടഞ്ഞയാളെ, അയാളെ എതിർത്തതിൻ്റെ പേരിൽ 6 പേര് 10-20 ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരുന്നൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ എന്തൊക്കെ വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. 1-2 ദിവസം ജയിലിലേക്ക് പോകേണ്ടി വരുമ്പോൾ പോലും, ഇത്തരം ഒരു സാഹചര്യത്തിൽ പോകേണ്ടി വരുമ്പോൾ പലപ്പോഴും പലരും അത് ജയിലിൽ കിടന്നവൻ്റെ കുടുംബമാണ്, മുണ്ടയുടെ കുടുംബമാണ് എന്നൊക്കെ ഉള്ളത്. നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടികളാണ്.
നല്ല മര്യാദയ്ക്ക് ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കി ഒരു തരത്തിലുള്ള മോശം പ്രവർത്തനവും നടത്താതെ ജീവിക്കുന്നവരാണ്. പക്ഷേ നമുക്കൊരു ഗണഗീതം, ഈ രാഷ്ട്രത്തിനെ വന്ദിക്കുന്ന തരത്തിലുള്ളൊരു ഗണഗീതം പാടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ നെഞ്ചു വിരിച്ച് നിന്ന് എതിർത്തതിൻ്റെ പേരിൽ അവർക്ക് ജയിലിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം കേരളത്തിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഞാൻ 2004 ഔദ്യോഗികമായി സംഘടനാ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് നമ്മളിപ്പോൾ എപ്പോഴെങ്കിലും ബാലഗോകുലത്തിൽ തന്നെ കൃഷ്ണവേഷം കെട്ടിപ്പോയെന്നോ അല്ലെങ്കിൽ എൻ്റെ മാമൻ എന്നെ ചെറുതിലെ കൊണ്ടുപോയിട്ട് ശാഖയിലിരുത്തിയെന്നോ ഉള്ളതൊന്നും അല്ല. ഞാൻ എൻ്റെ പൂർണ്ണബോധ്യത്തോടു കൂടി സംഘടനാ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇന്ന് 22 വർഷമാവുകയാണ്. 2004 ഞാൻ വട്ടിയൂർക്കാവ് പോളിടെക്നിക്കിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം രാഷ്ട്രബോധവും അത്യാവശ്യം ദേശസ്നേഹവും അത്യാവശ്യം സംഘടനയോടുള്ള വല്ലാത്ത ഒരു അഭിനിവേശവും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഞാൻ കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്. ഞാൻ പോകുന്ന സമയത്ത് ഞാൻ കരുതുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ. എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പോൾ SFIക്കാർ എഴുതി വെച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ ഉള്ള കാര്യം. അവർക്കതിൽ വിശ്വാസമില്ലെങ്കിലും അവരുടെ ആ സാധനങ്ങളിലൊക്കെ അവർക്ക് വിശ്വാസമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണയോട് കൂടിയാണ് ഞാൻ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെ വലിയൊരു സംഘടനാ പ്രവർത്തന പാരമ്പര്യമോ കാഴ്ചപ്പാടോ ഒന്നും തന്നെ എനിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയുമില്ല. ഞാൻ അവിടെ ചെല്ലുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഇയർ തന്നെ കൊണ്ടുപോയിട്ട് നോമിനേഷൻ കൊടുക്കും. ഞാൻ ഈ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാരൊക്കെ എന്നോട് വന്ന് ചോദിച്ചു, ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലല്ലേ? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അല്ല, ABVP-കാരൻ വന്ന് ഫസ്റ്റ് ഇയറിലൊക്കെ നോമിനേഷൻ കൊടുക്കുന്നു, അത്രയ്ക്ക് വലിയ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണോ? വീട് എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഇന്ന പാപ്പനംകോടാണ്. അന്ന് പാപ്പനംകോടാണ് താമസം. പാപ്പനംകോടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ യൂണിവേഴ്സിറ്റി കോളേജ് വഴിയല്ലേ വരിക? ഞാൻ പറഞ്ഞത് യൂണിവേഴ്സിറ്റി കോളേജ് വഴി തന്നെയാണ് കടന്നു വരുന്നത്. കഴിഞ്ഞ ആഴ്ച യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിൽ 4 ABVP-കാരെ ഇറക്കിയിട്ടിടിച്ചു. അവരെ കുറച്ച് പേരെ വലിച്ചഴിച്ച് സ്റ്റുഡൻറ് സെൻ്ററിൻ്റെ അകത്ത് കൊണ്ടുപോയി 3 ദിവസം പൂട്ടിയിട്ടു, കരിക്കൊക്കെ വെച്ച് അവരുടെ പുറത്തിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഭീതിപ്പെടുത്തുന്ന കഥകളാണ്. ആദ്യത്തെ റൗണ്ട് ഈ കഥകളൊക്കെ നമ്മളോട് വളരെ സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് തോന്നിക്കുന്ന ആൾക്കാരെ കൊണ്ട് പറയിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോമിനേഷൻ പിൻവലിച്ച് പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് ഇയറിലെ 6 ക്ലാസ്സുകളിലെ 5 പേരെ കൊണ്ടും പലതരത്തിലും ഭീഷണിപ്പെടുത്തിയിട്ട് ഇവർ നോമിനേഷനുകൾ പിൻവലിച്ചു. ഒരാൾ മാത്രം നോമിനേഷൻ പിൻവലിച്ചില്ല, അത് ഞാനായിരുന്നു. ഞാൻ മത്സരിച്ചു. എന്നോട് ഭീഷണിപ്പെടുത്താൻ വന്നവരോടൊക്കെയും ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടോളാം, നിങ്ങളുടെ ഭീഷണി എൻ്റെ അടുത്ത് ഉണ്ടാവേണ്ടുന്ന കാര്യമില്ല. ഞാൻ സംഘടനാ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ ഈ ക്യാമ്പസിലേക്ക് വന്നത്. ഞാൻ ഇവിടെ അത് തീരുമാനിച്ചിട്ടാണ് വന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ നോമിനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ മത്സരിക്കും. ജയവും തോൽവിയൊക്കെ രണ്ടാമത്തെ ഭാഗമാണ്. പക്ഷെ ഞാനിവിടെ മത്സരിക്കും. നിങ്ങളുടെ തിട്ടൂരത്തിന് നിന്ന് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ മത്സരിച്ചു. ഫസ്റ്റ് ഇയറുകളിൽ 20 വർഷത്തെ ചരിത്രത്തിനിടയിൽ SFIയുടെ ആ കോട്ട വീണു. 20 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ ഒരു ABVP-കാരൻ ജയിച്ചു. അത് ഞാനാണ്. അന്ന് 7 വോട്ടിന് ജയിക്കുന്ന സാഹചര്യമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ SFIക്കാരെല്ലാവരും കൂടി എന്തോ ഒരു കാര്യത്തിന് സമരവും വിളിച്ചുകൊണ്ട് എൻ്റെ ക്ലാസ്സിലേക്ക് കയറി വന്നു. ക്ലാസ്സിൽ ബെഞ്ചിലിരിക്കുകയായിരുന്ന എന്നെ ഇവരൊരു 10-30 പേര് കൂടിയിട്ട് എടുത്ത് എങ്ങനെ ഫ്രണ്ടിലെത്തിയെന്ന് എനിക്കറിയില്ല, എടുത്തെറിഞ്ഞ് ഞാൻ തോന്നുന്നു. നേരെ വന്നു. ഇവർ 30 പേര് കൂടി വളഞ്ഞിട്ട് ചവിട്ടി. ഞാൻ കരുതി ഇതോടുകൂടി കഴിയും. ഇല്ല, കഴിഞ്ഞിട്ടില്ല. അതൊരു ആരംഭം മാത്രമായിരുന്നു. 1 വർഷം ഞാൻ അവിടെ നിന്ന് ഈ പറയുന്ന സംഘർഷം, ഞാൻ ഒരു വശത്തും ഇവർ ഇത്രയും പേര് മറുവശത്തും എന്നുള്ള നിലയിൽ വലിയ സംഘർഷത്തിലേക്ക് പോയി. സെക്കൻഡ് ഇയർ ആയി. സംഘടനാ പ്രവർത്തനം കൊണ്ട് അത്യാവശ്യം ഞാൻ വളരെ ശാന്തമായി, സൈലൻ്റായി. നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനം നടത്തുന്നതെന്ന്. വലിയ വെല്ലുവിളികൾക്കോ ബഹളങ്ങൾക്കോ ഒന്നും പോകില്ല. മര്യാദയ്ക്ക് ചെയ്യേണ്ട കാര്യം മാത്രം ചെയ്തു പോകുന്നു. അങ്ങനെ ചെയ്തു പോയി. സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് രക്ഷാബന്ധന് 99 പേര് ആ ക്യാമ്പസിൽ നിന്ന് രക്ഷാബന്ധന് പങ്കെടുക്കുന്ന സാഹചര്യമാണ്. എനിക്ക് ഇന്നും ആ നമ്പർ ഓർമ്മയുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 100 ആയേനല്ലോ എന്ന് പറയുന്ന വലിയൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. ഇതോടുകൂടി SFIക്കാർക്ക് വീണ്ടും ഹാലിളകി. ഇവർ വലിയ സംഘർഷത്തിലേക്ക് പോയി. സ്വാഭാവികമായിട്ട് അത് തിരിച്ചൊരു വലിയ റിട്ടാലിയേഷൻ സംഭവിക്കേണ്ടുന്ന കാര്യം വന്നു. അങ്ങനെ അന്ന് എനിക്ക് ആ കോളേജിൽ പഠനം നിർത്തേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഈ നെടുമങ്ങാട് മണ്ഡലവുമായിട്ടുള്ള എൻ്റെ ബന്ധം അവിടെ നിന്ന് ആരംഭിച്ചു. കാരണം 2005 18-ാം വയസ്സിൽ ഞാൻ അങ്ങനെ ഒരു വധശ്രമ കേസിൽ പ്രതിയായിട്ട് നെടുമങ്ങാട് കോടതി കയറി ഇറങ്ങാൻ തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങുന്നതാണ് ഈ നെടുമങ്ങാടുമായിട്ടുള്ള ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധം എന്ന് പറയുന്നത്.